ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രിസ്മസ് ദിനാശംസകൾ. അപ്പോൾ നമുക്ക് സോറയിലേക്ക് പോകാം കേട്ടോ. ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 86. അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വണ്ടി പായിക്കുമ്പോൾ ആദിയുടെ കൈകൾ പല പ്രാവശ്യം സ്റ്റിയറിങ്ങിന് മുകളിലിരുന്ന് വിറച്ചു. അതുകൊണ്ട് തന്നെ വണ്ടി അവൻ്റെ കയ്യിൽ നിന്നും പല പ്രാവശ്യം പാളി. എതിരായി വരുന്ന വണ്ടി പോലും അവനെ കൊണ്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ നേരം 5-6 തവണയെങ്കിലും അപകടത്തിൻ്റെ മുഖത്തു നിന്നും അവൻ തെന്നി മാറി സഞ്ചരിച്ചു. എങ്കിലും പിൻ സീറ്റിൽ തൻ്റെ അമ്മയുടെ മടിയിൽ ചോര ഒലിപ്പിച്ചു കിടക്കുന്ന തൻ്റെ പാതിയെ ഓർമ്മ വന്നതും മനോധൈര്യം ഉണ്ടാക്കി അവൻ അതിവേഗത്തിൽ കാർ ഓടിച്ചു. അവനിൽ കുറ്റബോധമായിരുന്നു. ചെയ്യാൻ പാടില്ലാത്ത കൊടിയ പാപം താൻ ചെയ്തിരിക്കുന്നു എന്നൊരു ചിന്ത തന്നെ അവനെ ഭ്രാന്ത് പിടിപ്പിക്കുവാൻ പോന്നതായിരുന്നു. മോനെ, അവക്കൊന്നും സംഭവിക്കില്ല, പതിയെ. ആദിയുടെ ഭ്രാന്തി പിടിച്ച വേഗതയിലുള്ള ഡ്രൈവിംഗ് കണ്ടതും അടുത്തിരുന്ന വിശ്വത്തിന് പോലും ഒരു വേള ഭയം തോന്നിയിരുന്നു. ഒടുവിൽ അവൻ്റെ കാർ ടൗണിലെ ഒരിടത്തരം ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിന് മുന്നിൽ സഡൻ ബ്രേക്ക് ഇട്ട് ഇരമ്പിച്ച് നിന്നു. അച്ഛേ, വേഗം പോയി ഡോക്ടറിനോട് സംസാരിക്കുക. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ചാടി ഇറങ്ങിയവൻ വിശ്വത്തിനോട് അത്രയും അലറി പറഞ്ഞിട്ട് പാഞ്ഞത് പിൻ സീറ്റിൻ്റെ ഡോറിന് നേർക്കായിരുന്നു. ഡോർ തുറന്ന് രാധയുടെ മടിയിൽ ബോധം കെട്ട് കിടക്കുന്നവളെ കൈയിൽ കോരിയെടുത്തുകൊണ്ട് ആശുപത്രിയുടെ നേർക്കോടുമ്പോൾ സകല ഈശ്വരന്മാരെയും അവൻ മനസ്സിൽ 1000 വട്ടം വിളിച്ചു. അവളുടെ പ്രാണനു വേണ്ടി ഭിക്ഷയാചിക്കുകയായിരുന്നു അവൻ്റെ മനസ്സപ്പോൾ. ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നോളൂ. വിശ്വ നേരത്തെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞതിനാൽ ഡോക്ടേഴ്സ് കാഷ്വാലിറ്റിയുടെ മുൻപിൽ അവർക്കായി കാത്തു നിൽപ്പുണ്ടായിരുന്നു. ആദ്യം അവളെ വേഗത്തിൽ കൊണ്ടുപോയി എമർജൻസി റൂമിലെ ബെഡിലേക്കായി കിടത്തി. അപ്പോഴേക്കും 2-3 സിസ്റ്റേഴ്സും 2 ഡോക്ടേഴ്സും ദേവികയുടെ കട്ടിലിന് ചുറ്റുമായി കൂടിയിരുന്നു. അവരവളുടെ വൈറ്റൽസ് ധൃതിയിൽ ചെക്ക് ചെയ്യുകയും മോണിറ്റർ ലീഡ്സൊക്കെ ദേഹത്ത് പതിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളൊന്ന് പുറത്തേക്ക് നിന്നോളൂ. അരികിൽ നിന്നു മാറാതെ ദേവികയെ ആദിയോടെ നോക്കി നിൽക്കുന്ന ആദിയോട് ഡോക്ടേഴ്സ് ഇത്തിരി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. ആ. മനസ്സില്ലാ മനസ്സോടെ കൈവെള്ളിയുടെ പുറംഭാഗം കൊണ്ട് നിറഞ്ഞ കണ്ണുകളെ തുടച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ദേവിയെ തിരിഞ്ഞു നോക്കി പുറത്തേക്ക് നടക്കുന്ന മഹർഷി അവരിലും ഒരു നോവ് തന്നെയായിരുന്നു. അവൻ കാഷ്വാലിറ്റിയുടെ മുറിക്ക് പുറത്തേക്കിറങ്ങിയതും അപ്പോൾ തന്നെ ആ ഡോർ അവന് പിന്നിൽ അടഞ്ഞിരുന്നു. മോൾക്ക് എന്താ ആദി? ഡോക്ടേഴ്സ് വല്ലതും പറഞ്ഞോ? സർവ്വതും തകർന്നെന്ന പോലെ ഇറങ്ങി വരുന്ന മകനെ കണ്ടതും വെപ്രാളത്തോടെ രാധമ്മ അവൻ്റെ അരികിലേക്ക് പാഞ്ഞു എന്നു. ആഹാ! ഒരു മൂളലിൽ മറുപടി ഒതുക്കിയതല്ലാതെ ആദിയിൽ നിന്ന് ഒരൊറ്റ വാക്കുപോലും പുറത്തേക്ക് വന്നില്ല. ഈശ്വര, എൻ്റെ മോക്കൊരാപത്തോ സംഭവിക്കരുതേ. കണ്ണുകൾ 2 അമർത്തി തുടച്ചുകൊണ്ട് വെയിറ്റിംഗ് ഏരിയയിലെ കസേരയിലേക്ക് ഇരിക്കുമ്പോൾ അവനും കേട്ടിരുന്നു തൻ്റെ അമ്മയുടെ നിലവിളി. അവന് സ്വയം പുച്ഛം തോന്നി. ദേവികയെ വഴക്കു പറഞ്ഞതിൽ, അവളോട് ദേഷ്യപ്പെട്ടതിൽ. തൻ്റെ ദേഷ്യം അവൾക്ക് താങ്ങാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ അവളോട് ദേഷ്യപ്പെട്ടു പോയത്. ദിവ്യയെ കാണാൻ പെണ്ണ് പോയില്ലെന്ന് അറിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. എത്ര പറഞ്ഞു കൊടുത്താലും അവൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ അത്രയും ദേഷ്യവും വന്നതുപോലും. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് താൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. തൻ്റെ ദേഷ്യം സഹിക്കാനുള്ള ആവതില്ലാതെ ആ പാവം തലകറങ്ങി വീണെന്നൊക്കെ പറഞ്ഞ അതൊക്കെ ഓർത്തപ്പോൾ തന്നെ ആദിക്ക് വീണ്ടും കണ്ണു നിറഞ്ഞു വന്നു. മുന്നിൽ കിടന്നിരുന്ന ടീപ്പോയിലേക്ക് വീണതുകൊണ്ട് ഗ്ലാസ് പൊട്ടി അവളുടെ നെറ്റിയിലാണ് കൊണ്ടത്. ചോര ഒരുപാട് പോയി. ഈശ്വര, എൻ്റെ പെണ്ണിനൊന്നും സംഭവിക്കല്ലേ. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനൊന്നും ഉണ്ടാവാതെ സൂക്ഷിച്ചോളാം. കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ദേവികയുടെ ചോര കരയിലേക്ക് നോക്കിക്കൊണ്ട് അവൻ മുഖം കുനിച്ചിരുന്നു. മനസ്സിൽ 1000 തവണ അവളോടപ്പോൾ മാപ്പ് പറയുകയായിരുന്നു ചെക്കനപ്പോൾ. അകത്തെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. എൻ്റെ ദേവിക്ക് ബോധം വന്നോ എന്നും അറിയില്ല. ചിന്തിച്ച് ഇനിയും വയ്യ എന്നായപ്പോൾ ഇരുന്നിടത്ത് ഇരിപ്പുറപ്പിക്കാതെ അവൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് മെല്ലെ ഇടറുന്ന കാലടികളോടെ എമർജൻസി റൂമിൻ്റെ വാതിൽക്കൽ ചെന്ന് നിലയുറപ്പിച്ചു. ഡോക്ടർ വന്നാലോ? വിളിക്കുമ്പോൾ ഓടിച്ചെല്ലണ്ടേ ഞാൻ? ദേവി എന്നെ വിളിച്ചാലോ? ഇനി എന്നെ കണ്ടില്ലെങ്കിൽ പെണ്ണ് സങ്കടപ്പെട്ടാലോ? ഡോറിലേക്ക് മുറ്റു നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു അവനിലെ ആലോചനകൾ. അത്രമേൽ ദേവി എന്ന പെണ്ണ് അവനിലെ ആത്മാവിൽ അലിഞ്ഞു ചേർന്നിരുന്നു.
അവളില്ലെങ്കിൽ താനുമില്ല എന്ന രീതിയിലായിരുന്നു അപ്പോഴവൻ്റെ മാനസികാവസ്ഥ പോലും. സാറ് പോയിരുന്നോളൂ, ഡോക്ടർ വരുമ്പോൾ ഞാൻ വിളിക്കാം. പല പ്രാവശ്യം സെക്യൂരിറ്റി അവനോട് പറഞ്ഞുവെങ്കിലും അതൊന്നും തന്നെ ബാധിക്കുന്നില്ലെന്നതുപോലെയായിരുന്നു മഹർഷിയുടെ ആ നേരത്തെ നിൽപ്പ് പോലും. മടക്കി കുത്തിയ മുണ്ട് വീണ്ടും അഴിച്ചു കുത്തിയും ഇടയ്ക്കിടയ്ക്ക് മുടിയിഴകൾ പിന്നിലേക്ക് കോതിയൊതുക്കിയും സ്വയം നെറ്റിയിൽ കൈമുഷ്ടി കൊണ്ടിടിച്ച് നടക്കുന്ന ആ ഒരുവനിലെ ആദിയും വേദനയും മനസ്സിലായതുകൊണ്ടാവാം പിന്നീട് സെക്യൂരിറ്റി അവനോടൊന്നും സംസാരിക്കുവാനായി പോകാതിരുന്നത്. മോനെ, ടെൻഷൻ വേണ്ട, മോക്കൊന്നും വരത്തില്ല. ഇടയ്ക്കെപ്പോഴോ തോളിൽ തട്ടിക്കൊണ്ട് ആശ്വസിപ്പിക്കുന്ന അച്ഛൻ്റെ ശബ്ദം കേട്ടുവെങ്കിലും അവൻ അതിന് ഉത്തരവൊന്നും നൽകിയില്ല. ഉള്ളിൽ തിറച്ചു മറയുന്ന വേദനയുടെ അഗ്നികുണ്ഡത്തെ തൊണ്ടക്കുഴിതാക്ക തടഞ്ഞു നിർത്തി സ്വയം നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവനപ്പോൾ. മോനെ. സർവ്വതും തകർന്നവനെ പോലെ കണ്ണു ചിമ്മാതെ എമർജൻസി റൂമിൻ്റെ വാതിൽക്കലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന മകൻ ആ അച്ഛനിൽ വീണ്ടും വേദന ഉണർത്തി. ഒരിക്കൽ നൊമ്പരങ്ങൾ മാത്രം കൂട്ടിനുണ്ടായവനാണ്, അതിന് താനും കാരണക്കാരനാണ്. അന്നൊക്കെയും എല്ലാത്തിനെയും ഒരു പുഞ്ചിരി കൊണ്ട് നേരിട്ടവനാണ് തൻ്റെ മകൻ. പക്ഷേ അകത്ത് കിടക്കുന്ന ആ ഒരുവൾക്ക് വേണ്ടി ഇന്നവൻ ഇങ്ങനെ നീറുന്നുണ്ടെങ്കിൽ അവൾ എത്രത്തോളം പ്രിയപ്പെട്ടതായിരിക്കും എൻ്റെ മകന്. വിശ്വ ഒരു വേള ആലോചിച്ചു പോയി. ആദി. പൊടുന്നനെ ജിത്തിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് മഹർഷി ഒന്ന് തിരിഞ്ഞു നോക്കിയത്. അറിയാം, അച്ഛൻ ഫോൺ ചെയ്ത് അവനെ വരുത്തിച്ചതായിരിക്കുമെന്ന്. തനിക്കൊരു താങ്ങാവാൻ. ആ. കണ്ണു നിറച്ചുകൊണ്ട് കൂട്ടുകാരൻ്റെ മുഖത്തേക്ക് നിസ്സഹായതയോടെ നോക്കിയവൻ. ഒന്നുമില്ലടാ, അവക്കൊന്നും പറ്റില്ല. നീ ഇങ്ങനെ ടെൻഷനാവല്ലേ ആദി. അരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് ആദിയെ ഇരു കൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ചു ജിത്ത്. മഹർഷി എതിർത്തില്ല. അവൻ്റെ തോളിലേക്ക് മുഖം ചേർത്ത് നിന്നവൻ. ജിത്തിന് മറ്റാരെക്കാട്ടിലും അറിയാമായിരുന്നു തൻ്റെ കൂട്ടുകാരനിപ്പോൾ തല ചായ്ക്കുവാൻ ഒരു തോള് വേണമെന്നുള്ള കാര്യം. പക്ഷേ തൻ്റെ ഷർട്ടിൽ പടരുന്ന ആദിയുടെ കണ്ണുനീരിൻ്റെ നനവ് മാത്രം അവനെ അമ്പരപ്പെടുത്തി. എന്തിനേയും നെഞ്ചു വിരിച്ച് നേരിടുന്ന കാമുമ്പാട്ട് മഹർഷിയുടെ കണ്ണുനീര്. ജിത്തിൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ദേവികയുടെ ആരേലും ഉണ്ടോ? പെട്ടെന്നാണ് ക്യാഷ്വാലിറ്റിയുടെ വാതിൽ തുറന്നതും ഒരു നേഴ്സ് വന്നു നിന്നുകൊണ്ട് വെയിറ്റിംഗ് ഏരിയയിലേക്ക് നോക്കി വിളിച്ചു ചോദിച്ചത്. ജിത്തിനെ തള്ളി മാറ്റിക്കൊണ്ട് അതിവേഗത്തിൽ അവർക്കരിയിലേക്ക് പായുമ്പോൾ കവിളിൽ പടർന്ന കണ്ണുനീരിനെ പോലും തുടയ്ക്കുവാൻ അവൻ മറന്നുപോയിരുന്നു എന്നതാണ് സത്യം. സിസ്റ്റർ, ഞാനാ ദേവിയുടെ. ബാക്കി പറയാനാവാതെ അവൻ ആ നേഴ്സിനെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കി. അകത്തേക്ക് വന്നോളൂ, ഡോക്ടർ വിളിക്കുന്നുണ്ട്. അവരത് പറഞ്ഞ് അകത്തേക്ക് പോകുവാൻ തുനിഞ്ഞില്ല. അതിനു മുൻപേ തന്നെ ആദ്യ ഉള്ളിലേക്ക് അതിവേഗത്തിൽ അവരെയും കടന്നു കയറിപ്പോയിരുന്നു. ഷീസ് പ്രഗ്നന്റ്, കൺഗ്രാറ്റ്സ്. നേഴ്സിംഗ് സ്റ്റേഷനിലിരിക്കുന്ന ലേഡി ഡോക്ടറിൻ്റെ പുഞ്ചിരിയോടെയുള്ള പറച്ചിലിൽ ആദ്യം ഒരു നിമിഷം സ്തബ്ധനായി നിന്നുപോയി. അവന് കേട്ടത് വിശ്വസിക്കാനായില്ല. അത്രയും സന്തോഷം തരുന്ന ആ കാര്യം വിശ്വസിക്കുവാനാവാതെ അവൻ നിന്നിടത്ത് തന്നെ തറഞ്ഞു നിന്നുപോയി എന്നതാണ് സത്യം. സാർ എന്താണ് പറഞ്ഞത്? കണ്ണു മിഴിച്ചുകൊണ്ട് ആദ്യം വീണ്ടും ചോദിച്ചു, ഒരു ഉറപ്പിനു വേണ്ടി. യുവർ വൈഫ് ഈസ് പ്രഗ്നന്റ്. പ്രിസ്ക്രിപ്ഷനിൽ എന്തോ എഴുതിക്കൊണ്ടിരുന്ന ഡോക്ടർ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞപ്പോഴാണ് അവന് സ്വബോധം വന്നത് തന്നെ. പോയി കണ്ടോളൂ. മുഖമുയർത്തി ഡോക്ടർ മുന്നിലേക്ക് നോക്കുമ്പോൾ ആദ്യം നിന്നിരുന്ന സ്ഥലം ശൂന്യമായിരുന്നു. കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ വേദന അനുഭവിച്ചവൻ അതിനപ്പുറം സന്തോഷം അനുഭവിച്ചുകൊണ്ട് തൻ്റെ പ്രാണനെ കാണുവാൻ വേണ്ടി ബെഡ് സൈഡിലേക്ക് ഓടിയിരുന്നു. അപ്പോഴേക്കും ദേവി. കട്ടിലിൻ്റെ ഒരു വശത്തായി ഇരുന്ന ആദിയുടെ വലങ്കൈ പെണ്ണിൻ്റെ ഉദരത്തെ മെല്ലെ പൊതിഞ്ഞു. എന്നിട്ട് നിറക്കണ്ണുകളോടെ അവളുടെ നെറ്റിയിലെ മുറിവിലേക്ക് വേദനയോടെ നോക്കിയവൻ. അവളുടെ ഈ അവസ്ഥയ്ക്കുള്ള കാരണം താനാണല്ലോ എന്ന കുറ്റബോധം ഒരു വശത്തുണ്ടായിരുന്നുവെങ്കിലും മറുവശത്തൊരച്ഛനായതിൻ്റെ നിർവൃതി അവനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ദേവിക അവനെ ഒന്ന് നോക്കുക കൂടി ചെയ്തില്ല. പകരം ഡ്രിപ്പ് കയറുന്ന ബോട്ടിലേക്ക് നോക്കി വെറുതെ കിടന്നു. സോറിയടി, എന്നോടൊന്ന് ക്ഷമിക്കടി കുഞ്ഞെ. ഇടങ്കൈ അവളുടെ നെറ്റിയിലെ ചെറിയ മുറിവിലൂടെ മെല്ലെ തൊട്ടൊഴിഞ്ഞുകൊണ്ട് ആദ്യം അവളുടെ മുഖത്തേക്ക് നോക്കി കെഞ്ചി ചോദിച്ചു. ദേവികയുടെ മൗനം അവനെ അത്രമേൽ ചുട്ടുപൊള്ളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ദേവികയെ അവൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കൂട്ടാക്കിയില്ല എന്നതാണ് സത്യം. എന്നെ 2 വഴക്കു പറഞ്ഞോ ദേവി നീ? വേണമെങ്കിൽ 2 അടി തന്നോടി. പക്ഷേ ഇങ്ങനെ പിണങ്ങിയിരിക്കല്ലേ. ഇനി ഒരിക്കലും ഞാനിങ്ങനെ നിന്നോട് ദേഷ്യപ്പെടില്ല മോളെ. പ്ലീസ് ഡി, ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ.
പെണ്ണിന്റെ മുഖം കൈക്കൊമ്പിളിൽ കോരിയെടുത്തുകൊണ്ട് ആ നെറുകിലെ വാത്സല്യത്തോടെ ചുണ്ടുകൾ അമർത്തിയവൻ. അപ്പോഴും ദേവിക്ക് അവന്റെ ചുംബനം കണ്ണടച്ച് സ്വീകരിച്ചതല്ലാതെ ആദിയുടെ മുഖത്തേക്ക് നോക്കുവാൻ കൂട്ടാക്കിയില്ല. ഒന്നും മിണ്ടടി, ഇത്രയും നേരം ഞാൻ ജീവിക്കുവായിരുന്നടി, പേടിച്ചു പോടി, നിനക്ക് വല്ലതും പറ്റിയെന്നോർത്ത്. ഇനിയില്ല, ഇനി ഒരിക്കലും നിന്റെ ആദ്യേട്ടൻ നിന്നോട് ദേഷ്യപ്പെടില്ല, ഇത് സത്യം. അവനെ എങ്ങനെ ദേവിയെ പറഞ്ഞു വിശ്വസിപ്പിക്കണം എന്നറിയില്ലായിരുന്നു. ദേ, ഇവിടെ നമുക്കൊരു കുഞ്ഞാവ് വന്നടി, നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് കളിക്കാനൊരു കൂട്ട്. ഈ അവസ്ഥയിൽ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കല്ലേ ദേവി, നിനക്കും കുഞ്ഞിനും അത് കൊള്ളൂല്ലടി. ആദ്യം തൻ്റെ സ്നേഹം ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചു. ഞാനല്ലേ ദേവി തെറ്റ് ചെയ്തത്, നോക്ക്, ഇതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം. നീ ഇങ്ങനെ ഇരിക്കല്ലേ കുഞ്ഞെ, എന്നോടുള്ള ദേഷ്യം മാറ്റാൻ നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം. അവളുടെ അടിവയറിന് മുകളിൽ വാത്സല്യത്തോടെ ഒരു ഉമ്മ കൊടുത്തിട്ട് ആദ്യം അവളുടെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കിയിരുന്നു. എന്തും ചെയ്യുവോ? അത്രയും നേരം മൗനമായിരുന്നവൾ പൊടുന്നനെ അവനോട് ചോദിച്ചു. ചെയ്യും, നീ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യും. എന്നോട് നീ ഒന്ന് ക്ഷമിച്ചാൽ മതി. ഡ്രിപ്പ് കയറുന്ന കയ്യിൽ കുത്തിയിട്ടിരിക്കുന്ന കാനലയുടെ മുകളിൽ ഒന്ന് തൊട്ടു തലോടിക്കൊണ്ട് ആദ്യം അവളെ നോക്കി അത്രമേൽ ഉറപ്പോടെ പറഞ്ഞു. എങ്കിൽ ആദ്യേട്ടൻ ഇവിടെ ഒന്നൊന്ന് പുറത്തേക്ക് പോവോ? എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് കിടക്കണം. അവൾ അതും പറഞ്ഞിട്ട് കണ്ണുകൾ അടച്ചു കളഞ്ഞു. പെണ്ണിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ആദ്യം ഞെട്ടിപ്പോയിരുന്നു. ദേവികയുടെ ഭാഗത്തു നിന്നുള്ള കുത്തിക്കീറുന്ന തരത്തിലുള്ള ഇതുപോലെയുള്ള സംസാരം ഇതാദ്യം ആയതുകൊണ്ട് തന്നെ മഹർഷിക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ദേവി, ചെക്കൻ ഒരു വട്ടം കൂടി നിസ്സഹായതയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവിടെ കണ്ണിപ്പോഴും തുറന്നിട്ടില്ല. അതടച്ചു പിടിച്ചുകൊണ്ട് തന്നെ ഉണർന്നു കിടക്കുകയാണ് പെണ്ണ്. നിനക്കതാണ് ഇഷ്ടമെങ്കിൽ ഞാൻ പോയിക്കോളാടി. നീയും നമ്മുടെ കുഞ്ഞും എപ്പോഴും സന്തോഷമായിട്ടിരുന്നാൽ മതി. മുഖത്ത് ഒരു ചിരിയുടെ മേൽച്ചട്ടയിട്ടുകൊണ്ട് അവൻ ദേവികയുടെ അരികിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് മെല്ലെ അവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് തന്നെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ പോയതും ദേവിക കണ്ണുകൾ തുറന്നു. എന്നിട്ട് ആദ്യം പോയ വഴിയെ നോക്കി നിർവികാരതയോടെ നടന്നു. പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ദേവികയെ അന്ന് രാത്രി തന്നെ ഡിസ്ചാർജ് ചെയ്തു. 1 മാസം കൂടി കഴിഞ്ഞതിന് ശേഷം വന്ന് സ്കാനിങ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടും കൂടി കൊണ്ടുവരണമെന്ന് പറഞ്ഞ് തന്നെയാണ് ഡോക്ടർ അവളെ പറഞ്ഞു വിട്ടത് പോലും. കാവുമ്പാട്ട് വീട്ടിലേക്ക് ഒരു കുഞ്ഞിക്കാലൂടെ വരാൻ പോണു. രാധമ്മയും വിശ്വവും ഈ വാർത്ത കേട്ടത് പിന്നെ വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. അവർ ഇടവും വലവും തിരിയാൻ സമ്മതിക്കാതെ ദേവികയെ നിന്ന് ശുശ്രൂഷിച്ചു. അവർ തന്നെയാണ് അവളെ പിടിച്ചുകൊണ്ട് നടന്നതും കാറിലേക്ക് കയറ്റിയിരുത്തിയതും ഒക്കെ. ആദ്യം ഇതെല്ലാം സങ്കടത്തോടെ നോക്കി നിന്നതല്ലാതെ അടുത്തേക്ക് ചെല്ലാൻ പോയില്ല. ദേവികയ്ക്ക് അങ്ങനെ പോലും ഒരു വിഷമം നൽകരുതെന്ന് അവൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അവർ കാറിലേക്ക് കയറിയപ്പോഴേക്കും ആദി വണ്ടി മുന്നോട്ടേക്ക് എടുത്തിരുന്നു. പക്ഷെ എത്രയൊക്കെ ദേവിക അവനോട് പിണക്കം കാട്ടിയെങ്കിലും മഹർഷിയുടെ മനസ്സപ്പോൾ വളരെ ശാന്തമായിരുന്നു. തൻ്റെ പ്രാണനും അവളുടെ ഉള്ളിൽ വളരുന്ന ആ കുഞ്ഞു ജീവനും സുരക്ഷിതരാണല്ലോ എന്ന് തോന്നലിൽ കാവുമ്പാട്ട് തറവാടിന് വീടിന് മുമ്പിൽ വണ്ടി നിന്നതും കാര്യം പറഞ്ഞ നീലിമ കാറിൻ്റെ അടുത്തേക്കായി ഓടിച്ചെന്നു. ഓഫീസിൽ നിന്നും താമസിച്ചു വന്ന അഭിയും അവൾക്കൊപ്പം ആ സമയം ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു സത്യം. ദേവി, കൺഗ്രാറ്റ്സ്. കാറിൽ നിന്നും ഇറങ്ങിയ ദേവികയെ നീലിമ സന്തോഷത്തോടെ ചെന്ന് പുണർന്നു. ആ, അവളൊന്ന് ചിരിച്ചതല്ലാതെ മറ്റൊന്നും സംസാരിച്ചില്ല. മോളെ, അവൾക്ക് വല്ലാത്ത ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു, കൊണ്ടുപോയി കിടത്തിയേക്കാം. അവളുടെ തളർച്ചയോടെയുള്ള നിൽപ്പും ഭാവവും കണ്ടപ്പോൾ രാധമ്മയ്ക്ക് വല്ലാതെ പാവം തോന്നിയിരുന്നു. വാ ദേവി. അപ്പോഴേക്ക് നീലിമ തന്നെ അവളെ കയ്യിൽ പിടിച്ച് തറവാടിൻ്റെ പടികൾ കയറ്റി. അവരുടെ പിന്നാലെ വിശ്വവും രാധയും നടന്നു. ആഹാ, ഒരു വീട്ടിൽ 2 ഗർഭിണികൾ. അവരുടെ പിന്നാലെ വണ്ടി ഓടിച്ചു എന്ന ജിത്ത് ഇനിയും വീട്ടിലേക്ക് കയറാതെ മുറ്റത്ത് നിൽക്കുന്ന ആദിയുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് രഹസ്യം പോലെ പറഞ്ഞു. മഹർഷി പക്ഷെ അവനോടൊന്നും സംസാരിച്ചില്ല. ഉമ്മറത്ത് നിന്ന് അകത്തേക്ക് കയറിപ്പോകുന്ന ദേവികയിലായിരുന്നു അവൻ്റെ 2 കണ്ണുകളും. ആദി. കൂട്ടുകാരൻ്റെ മൗനത്തിന് പിന്നിലുള്ള കാരണം മനസ്സിലായതുകൊണ്ടാവാം ജിത്ത് അവൻ്റെ തോളിലൊന്ന് തട്ടിയത്. ആ. മൂളിക്കേട്ടുവെങ്കിലും ആദിയുടെ നോട്ടം അപ്പോഴും വീടിനുള്ളിലേക്കായിരുന്നു. നീ അവളോട് ദേഷ്യപ്പെട്ടത് കൊണ്ടുള്ള പിണക്കാടാ, അല്ലാതെ നിന്റെ ദേവിക്ക് നിന്നോട് പിണങ്ങിയിരിക്കാൻ എത്ര നാൾ കഴിയും? നീ നോക്കിക്കോ, പെണ്ണ് നാളെ തന്നെ വന്ന് നിന്നോട് സംസാരിക്കുന്നത്. ജിത്ത് ഉറപ്പോടെ പറഞ്ഞതും ആദി വെറുതെ ഒന്ന് ചിരിച്ചു.
എടാ ഞാൻ പറയുന്ന നീ കേൾക്കുന്നുണ്ടോ? എൻ്റെ അനിയത്തി ഒരു പാവാടാ ആദി. അവൾക്ക് ഒരുപാട് നേരമൊന്നും നിന്നോട് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മോൻ ചെന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ നോക്ക്. ഇന്നവളെ അവളുടെ പാട്ടിന് വിട്ടേക്ക്. ചെക്കനെ ആശ്വസിപ്പിച്ചിട്ട് അടുത്തായി സ്റ്റാൻഡിലിട്ട് വെച്ചിരിക്കുന്ന ബൈക്കിലേക്ക് അവൻ വലിഞ്ഞു കയറി. ശേഷം ആദിയോട് യാത്ര ചോദിച്ചിട്ട് അവൻ തൻ്റെ വണ്ടി ഗേറ്റിന് പുറത്തേക്ക് ഓടിച്ചുകൊണ്ട് പോയി. കുറച്ചു നേരം കൂടി മുറ്റത്ത് നിന്നിട്ടാണ് മഹർഷി അകത്തേക്ക് കയറിയത്. മണി അപ്പോഴേക്കും വെളുപ്പിന് 1 മണി കഴിഞ്ഞിരുന്നു. മുൻവാതിൽ പൂട്ടി മുകളിലേക്കുള്ള പടികൾ കയറുന്നതിന് മുൻപാണ് അവന് ചെറിയ രീതിയിലുള്ളൊരു സംശയം തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് അടുക്കളയ്ക്ക് തൊട്ടരികിലായിട്ടുള്ള അമ്മയുടെ മുറിയുടെ മുൻപിൽ ചെന്ന് നിന്ന് ചാരിയ വാതിലിനുള്ളിൽ കൂടി അകത്തേക്ക് തലയിട്ട് നോക്കിയത്. അപ്പോൾ അവൻ കണ്ടു അമ്മയുടെയും തത്തമ്മയുടെയും നടുക്ക് കിടന്ന് സുഖമായിട്ട് ഇറങ്ങുന്ന ദേവികയെ. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിയുവാൻ അധിക നേരമൊന്നും വേണ്ടി വന്നില്ല. അവരെ ഒന്നും കൂടി നോക്കിയതിന് ശേഷം അവൻ വീണ്ടും മുകളിലേക്കുള്ള പടികൾ കയറുവാനായി തുടങ്ങി. നീ ആ പെണ്ണിനെ ചെയ്തതിന് അവൾ നിന്നെ ഇട്ടേച്ചു പോവാ വേണ്ടത്. പാവം ആ പെങ്കൊച്ച് ഇത്രക്കല്ലേ ചെയ്തതെന്ന് സമാധാനിക്ക്. ഗസ്റ്റ് റൂമിൻ്റെ വാതിൽക്കൽ നിന്നുള്ള വിശ്വത്തിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് അവൻ തിരിഞ്ഞൊന്ന് നോക്കിയത്. അവൾ വന്നോളൂ ആദി, നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്. അയാളുടെ സംസാരത്തിലെ ഉറപ്പ് അവനിൽ വീണ്ടും പ്രതീക്ഷകൾ ഉണ്ടാക്കി. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ.